സ്പെഷ്യൽ വീഡിയോ ആണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ഓൾ. ഇനി ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, ചെറിയൊരു മേക്കിംഗ് വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് മേക്കിംഗ് വീഡിയോ ആണ്. വലിയ സംഭവം കാര്യങ്ങളായിട്ടൊന്നുമല്ല, ചെറിയ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലൊരു വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് ഞാൻ ഒരുപാട് ഫസ്റ്റ് ഡെലിവറിൻ്റെ സമയത്ത്, പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് അങ്ങനെ നല്ലൊരു ഫോട്ടോഗ്രാഫറെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ തന്നെയുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ഫർസീൻ എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അവർ മെറ്റേണിറ്റി മാത്രമല്ല നല്ലൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറും കൂടെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഫോട്ടോസൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അവർ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് കൂടെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ ഗൗണ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഗൗൺ ആണെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതല്ല കേട്ടോ, അത് സിസിന് ഫ്രണ്ടിൻ്റെതാണ് ഗൗണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ ക്രൗൺ ആണ്. അപ്പം ഈ ഒരു ക്രൗൺ, അപ്പം ഇതിന് അതിന് മാത്രം പൈസയൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് വാങ്ങിച്ചാണ്. ഒരു 5 dirhams ഒക്കെ ഇതിന് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോസ് എടുത്തത്. ഫോട്ടോസ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ജസ്റ്റ് മേക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് കാണാം. നല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുത്ത സമയത്ത് പിന്നെ ഈ സൺലൈറ്റിൻ്റെ ആ ഒരു ക്യാമറ ഇതിലായിട്ടായിരിക്കും ഒരു ഈവനിങ് ഒക്കെ എടുത്തൊരു ഇതുപോലാണ് വീഡിയോയിലുള്ളത്. പക്ഷെ നല്ല നട്ടുച്ച 12 മണി 1 മണി ആ ഒരു സമയത്താണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ലൈറ്റ് വന്ന് ഇതായതുകൊണ്ടായിരിക്കും കുറച്ച് ക്ലാരിറ്റി കുറവ്. ഈവനിങ് ഒക്കെ എടുത്ത വീഡിയോ പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു മേക്കിംഗ് വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ നമ്മുടെ ഫോട്ടോസും ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവർ ലുബ്നാസ് ക്ലൗഡ്. അപ്പോൾ പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ ലുബ്നാസ് ക്ലൗഡിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക. ഫോട്ടോസ് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കിട്ടിയിട്ട് വരാം. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് ഞങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അനിയനും അനിയത്തിയാണ്. പിന്നെ അനിയന് ക്യാമറയിൽ ഇതാകുന്നതിന് വേണ്ടിയിട്ട് ഒളിഞ്ഞ് നിൽക്കുക കേട്ടോ. പക്ഷെ എനിക്ക് അവൻ്റെ ഫേസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീച്ചിൽ വെച്ചിട്ടാണ് കുറച്ച് സെക്ഷൻ എടുത്തത്. കുറച്ച് സെക്ഷന് വീട്ടിൽ വെച്ചിട്ടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവന് ഫോട്ടോഗ്രാഫർ ഫർസീന് അവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരാഴ്ച നല്ലൊരു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അവന് ക്യാമറ എന്ന് പറഞ്ഞ ഒരു അലർജി പോലെയാണ് കേട്ടോ. എത്ര ക്യാമറ നമ്മൾ വെച്ചാലും അതിനെ ഫേസ് ചെയ്ത് നിൽക്കൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ അന്നും അവനെ വെച്ച് നല്ലൊരു പിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ എങ്ങനെയൊക്കെ ഒരു പിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പം അതന്നെ എങ്ങനെയോ കിട്ടിയതാണ്. അതന്നെ അവനെ ഫേസ് ചെയ്തിട്ടൊന്നുമല്ല പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. Chano.
പിന്നെ പൊസിഷനൊക്കെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു പിക്ക് കാണിച്ചു തരാണ് കേട്ടോ, എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്ത് എല്ലാ സ്ഥലത്തൊന്നും ഓപ്പൺ ആയിരുന്നില്ല, കൊറോണൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലും പബ്ലിക് പ്ലേസൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു സ്പേസ് കിട്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച നല്ല പ്ലേസൊന്നും അങ്ങനെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബീച്ച് ഏരിയയിൽ. പിന്നെ തന്നെ അവിടെ കുറേ ഇങ്ങനെ നോക്കാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം അവിടുന്ന് പോരുകയും ചെയ്താണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഫോട്ടോഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പിന്നെ ബാക്കി കുറച്ച് ഫോട്ടോസ് വീട്ടിൽ നിന്നുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് പിക്സ് അവിടുന്ന് എടുത്ത പിക്സ് ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇവർ കാലിക്കറ്റാണ്. അപ്പം എന്തായാലും വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. മെറ്റേണിറ്റി മാത്രമല്ല വെഡ്ഡിങ്ങും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.